റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നിറം മാറ്റാനും ഫ്ലാഷ് ചെയ്യിപ്പിക്കാനും തെളിച്ചം കൂട്ടാനും കുറക്കാനും ഒക്കെ കഴിയുന്ന എല്ലാത്തരം വാഹനങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പാർക്കിംഗ് ലൈറ്റാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതേ ലൈറ്റ് തന്നെ നമുക്ക് ബെഡ് ലാമ്പായും അക്വേറിയം, വാഷ് ബേസിൻ എന്നിവയിലും മറ്റു ഡെക്കറേഷൻ ആവശ്യങ്ങൾക്കുമെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഓട്ടോമൊബൈൽ ഷോപ്പുകളിലും ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് കടകളിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടുന്ന ഈ പാർക്കിംഗ് ലൈറ്റ് ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് കവറിനകത്താണ് വരുന്നത്. ഈ പാക്കിംഗ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പേപ്പർ കാർഡിൽ ഈ പാർക്കിംഗ് ലൈറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇതിൻ്റെ റിമോട്ട് കൺട്രോളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുമാണുള്ളത്. പിന്നെ ഇതിനകത്തുള്ളത് 2 പാർക്കിംഗ് ലൈറ്റ്, ഒരു ജോഡി പാർക്കിംഗ് ലൈറ്റും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് കൺട്രോളുമാണ് ഉള്ളത്. ഇപ്പോൾ മിക്ക വാഹനങ്ങളിലും നമ്മൾ ഈ കാണിക്കുന്ന തരത്തിലുള്ള ഹോൾഡറിലേക്ക് പ്രസ് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള പാർക്കിംഗ് ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. പ്രസ്സിംഗ് ടൈപ്പ് അല്ലാത്ത സാധാരണ ഹോൾഡറുകളുള്ള വാഹനങ്ങളിൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നും ബെഡ് ലാമ്പായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഒക്കെ പറയുന്നതിന് മുമ്പ് ഈ LED എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചു തരാം. ഈ പാർക്കിംഗ് ലൈറ്റിൽ ആകെ ഉള്ളത് 6 LEDകളാണ്. ഇവ ഓരോന്നും RGB LEDകളാണ്. അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ ഇവയിൽ ഏതെങ്കിലും ഒരു കളറായിട്ടോ അല്ലെങ്കിൽ അവ മിക്സ് ചെയ്തുകൊണ്ട് വേറെ ഇപ്പോൾ ഈ കാർഡിൽ കാണുന്ന ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ഈ LED പ്രകാശിപ്പിക്കാവുന്നതാണ്. 2 വാട്ട് പവറുള്ള ഈ പാർക്കിംഗ് ലൈറ്റ് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് DC-യിലാണ്. ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായ കറണ്ട് എന്ന് പറയുന്നത് 160 mA ആണ്. ഇനി ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ഈ ഒരു പാർക്കിംഗ് ലൈറ്റ് ഹോൾഡറിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്ത് 2 കണക്ഷനുകൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ആ 2 കണക്ഷനുകളിലേക്കാണ് നമ്മളിവിടെ 12 വോൾട്ട് DC കണക്ട് ചെയ്യുന്നത്. ഇത് DC-യിൽ വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് പോസിറ്റീവും നെഗറ്റീവും എന്തായാലും ഉണ്ടാകും. പക്ഷേ അതിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 2 കണക്ഷനും ഇതുപോലെ കൊടുത്തു നോക്കുക. അപ്പോൾ ലൈറ്റ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത കണക്ഷൻ റെഡിയാണ്. ഇനി ഇതിലേക്ക് കണക്ഷൻ തെറ്റായിട്ടാണ് കൊടുത്തതെങ്കിലും ഈ ലൈറ്റിന് പ്രശ്നമൊന്നും വരുന്നില്ല. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതിനുള്ള പ്രൊട്ടക്ഷനൊക്കെ ഈ ലൈറ്റിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ റോങ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തതെങ്കിൽ അത് നേരെ തിരിച്ചു കൊടുത്താൽ മതി, ലൈറ്റ് പ്രകാശിക്കും. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹോൾഡറിനകത്തേക്ക് ഈ ഒരു ലൈറ്റ് പ്രസ് ചെയ്ത് വെക്കുമ്പോഴും ഈ ഒരു കാര്യം ഓർമ്മയിൽ വേണം. ആദ്യം പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് തെളിയുന്നില്ലെങ്കിൽ അത് ഊരിയെടുത്ത് ഒന്ന് തിരിച്ചതിന് ശേഷം വീണ്ടും ഇറക്കി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് വർക്കിംഗ് ആണ്. ഈ ലൈറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് റിമോട്ടിൻ്റെ സെൻസർ കാണാം. ആ ഒരു സെൻസറിനെ നേരെ പിടിച്ചിട്ടാണ് നമ്മൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കേണ്ടത്. ഈ റിമോട്ട് കൺട്രോൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കാണും. അതാദ്യം എടുത്ത് ഒഴിവാക്കണം. ഇത് ഈ പാക്കിങ്ങിലൊക്കെ കിടന്ന് ഇതിൻ്റെ ബട്ടണുകളൊക്കെ വെറുതെ പ്രസ്സായി ബാറ്ററി വെറുതെ തീരാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ആ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് മാറ്റിയതോടുകൂടി നമ്മുടെ റിമോട്ട് കൺട്രോൾ വർക്കിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ പവർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഇവിടെ 2 ബട്ടണുകൾ നിങ്ങൾക്ക് കാണാം. അതിലുള്ള ഓൺ ബട്ടൺ ഞെക്കുമ്പോൾ ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ബട്ടൺ ഞെക്കുമ്പോൾ ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വ്യത്യസ്ത കളറുകളിലുള്ള ബട്ടണുകളാണ്. നമ്മൾ ഏത് കളർ ബട്ടനാണോ ഞെക്കുന്നത് അതേ കളറിൽ തന്നെ ഈ ലൈറ്റ് പ്രകാശിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഞെക്കുന്ന ഓരോ കളറിനും അനുസരിച്ച് നമ്മുടെ ലൈറ്റിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലൈറ്റിനെ ഇങ്ങനെ ഏതെങ്കിലും ഒരു കളറിൽ പ്രകാശിപ്പിച്ച് നിർത്തുന്നതിന് പകരം വേറെയും ഒരുപാട് ഓപ്ഷനുകൾ ഈ റിമോട്ട് കൺട്രോളിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ കളറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറി മാറി വരുന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ മിന്നിക്കുന്നതിനോ ഒക്കെയുള്ള ബട്ടണുകൾ ഈ റിമോട്ട് കൺട്രോളിലുണ്ട്. LED മാല ലൈറ്റിലൊക്കെ കാണുന്നത് പോലെ ലൈറ്റ് കൂടി കൂടി വന്ന് പിന്നെ കുറഞ്ഞു കുറഞ്ഞ് അണഞ്ഞു പോകുന്ന രീതിയിലുള്ള ഓപ്ഷനുകളും ഈ ഒരു റിമോട്ട് കൺട്രോളിൽ നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ പ്രകാശം കൂട്ടുന്നതിനും കുറക്കുന്നതിനും ഒക്കെയുള്ള ബട്ടണുകളും ഈ റിമോട്ട് കൺട്രോളിലുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് 2 ബട്ടണുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈറ്റിനെ ബെഡ് ലാമ്പായിട്ടോ അല്ലെങ്കിൽ റൂം ഡെക്കറേഷൻ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബ്രൈറ്റ്നസ് കൺട്രോളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് ആവശ്യമായ വെളിച്ചത്തിൽ ഇതിനെ ക്രമീകരിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ റൂമിലെ മറ്റുള്ള ലൈറ്റുകൾ ഓഫാക്കി ഇത് വർക്ക് ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പവർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് 12 വോൾട്ട് DC-യിലാണ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിത് ബെഡ് ലാമ്പായിട്ടോ അല്ലെങ്കിൽ റൂം ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ LED ഡ്രൈവറോ അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററോ ഒക്കെ ആവശ്യമാണ്. ഞാനിവിടെ LED ഡ്രൈവറാണ് എടുത്തിട്ടുള്ളത്. അത് 12 വോൾട്ട് 2 ആമ്പിയർ 5 മീറ്റർ വരെയൊക്കെ LED സ്ട്രിപ്പൊക്കെ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ വരുന്ന ഒരു LED ഡ്രൈവറാണ്. അതിൽ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ഇതിൻ്റെ 2 കണക്ഷനുകളിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇതിലുള്ള DC 12 വോൾട്ട് എന്നെഴുതിയിട്ടുള്ള ഭാഗം LED-യുമായിട്ടും AC എന്നെഴുതിയിട്ടുള്ള ഭാഗം പവർ സപ്ലൈയുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ AC എന്നെഴുതിയ ഭാഗത്തുള്ള 2 കണക്ഷനുകൾ ഞാൻ പവർ സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ LED പ്രകാശിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ബെഡ് ലാമ്പായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ബ്രൈറ്റ്നസ് കൂട്ടിയും കുറച്ചുമൊക്കെ ആവശ്യത്തിനുള്ള പ്രകാശത്തിൽ ഉപയോഗിക്കാനാവും. അതുപോലെ വൈറ്റ് കളർ വേണമെങ്കിൽ വൈറ്റ് കളർ ആക്കാൻ പറ്റും. ഏത് നിറത്തിൽ വേണമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് സാധാരണ അഡാപ്റ്റർ കണക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു DC ഫീമെയിൽ സോക്കറ്റ് ഉപയോഗിച്ചാൽ മതി. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ 2 കണക്ഷനുകളിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് വെക്കുക. ഇതിലേക്ക് DC കണക്ട് ചെയ്യാൻ പലതരത്തിലുമുള്ള ഫീമെയിൽ സോക്കറ്റുകൾ നമുക്ക് ലഭ്യമാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ലൈറ്റ് വർക്ക് ചെയ്യാൻ ആകെ 160 mA കറണ്ട് മാത്രമാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ 12 വോൾട്ടിൻ്റെ ഏറ്റവും ചെറിയ അഡാപ്റ്റർ തന്നെ ഇതിന് ഉപയോഗിച്ചാൽ മതി. ഈ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ബെഡ് ലാമ്പ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ആകർഷകമായ കേസുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തോ അല്ലെങ്കിൽ കേടായ LED ബൾബിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബെഡ് ലാമ്പോ അല്ലെങ്കിൽ റൂം ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ കേസ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ റിമോട്ടിൻ്റെ സിഗ്നൽ കിട്ടത്തക്ക രീതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രസ്സിംഗ് ടൈപ്പ് അല്ലാതെ സാധാരണ ഹോൾഡറുകളുള്ള വാഹനങ്ങളിലാണ് ഇത് പാർക്കിംഗ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഇതിൽ 2 വയറുകൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് ആ പാർക്കിംഗ് ലൈറ്റിൻ്റെ ഹോൾഡറിലേക്ക് വരുന്ന കണക്ഷനിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. LED മാല ലൈറ്റ് നിർമ്മിക്കുന്നതും LED സ്ട്രിപ്പ് ലൈറ്റ് മ്യൂസിക്കിനനുസരിച്ച് മിന്നിക്കുന്നതും LED സ്ട്രിപ്പുകളും അതുപോലെ മൊഡ്യൂളുകളുമൊക്കെ ഫ്ലാഷ് അടിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കാണുന്നതിനും ഇതിൽ പറഞ്ഞിട്ടുള്ള പാർക്ക് ലൈറ്റും വാഹനങ്ങളിൽ വെക്കാവുന്ന മറ്റു പല രീതിയിലുള്ള ലൈറ്റുകളുമൊക്കെ വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്